റാഗിങ് അത് പൂർണ്ണമായിട്ടും നിർത്തുക എന്ന്. ഇതുപോലെ വേറൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത്രയും നല്ലൊരു ശിക്ഷ കൊടുത്താൽ, അത്രയും കിട്ടിയാൽ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുമല്ലോ. അല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളെ എങ്ങനെയൊക്കെ തളർത്താം അവരതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം എപ്പോഴും തന്നെ പുറത്തു വരില്ലേ? ഒരു 1, 2, 3 വർഷം കൊണ്ടല്ലല്ലോ, ജീവിതം കിടക്കയില്ലേ. നമസ്കാരം. 2024 ഫെബ്രുവരി 18 കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ആ വാർത്ത പുറത്തു വന്നത്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ചേർന്ന് 3 ദിവസത്തോളം ക്രൂരമായി മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തതിനെ തുടർന്നായിരുന്നു മരണം. കേസിൽ SFI യൂണിറ്റ് ഭാരവാഹികളടക്കം 19ഓളം വിദ്യാർത്ഥികൾ പ്രതികളായി. CBI അന്വേഷണത്തിൽ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചനയും തെളിഞ്ഞു. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തെ കേരള ജനത മറന്നോ? ആ പെറ്റമ്മയുടെ കണ്ണുനീരിനെ മറന്നോ? നമുക്ക് ഇതിൻ്റെ പുറകെ നടക്കുന്ന നമ്മുടെ മരണം വരെയും ഇതിൻ്റെ പുറകെയിലായിരിക്കും. പിന്നെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അന്ന് മുതലേ എങ്ങനെയൊക്കെ നമ്മളെ തളർത്താം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എങ്ങനെയെല്ലാം എതിർക്കാം, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ CBIയുടെ കേസ് നടക്കുന്നുണ്ട്. അടുത്തെന്താവും എന്നറിയില്ല. നമുക്ക് നീതി കിട്ടാൻ ഇപ്പോൾ ആര് ഞങ്ങളെ സഹായിച്ചാലും അത് ഒന്നിച്ച് നിൽക്കുക. ഇതിന് പാർട്ടിയോ മറ്റോ ഒന്നും നോക്കാതെ ഒന്നിച്ച് നിൽക്കാനാണ്. ഇതുപോലെ വേറൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത്രയും നല്ലൊരു ശിക്ഷ കൊടുത്താൽ, അത്രയും കിട്ടിയാൽ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുമല്ലോ. അതിനു വേണ്ടിയാണ് ഞങ്ങൾ 2 വർഷം എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയെന്ന് നമുക്കറിയില്ല. അപ്പം അതുപോലെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി യുവജനങ്ങൾ ഒന്നിച്ച് നിൽക്കുക. CBIയുടെ കേസ് എന്തായി, അന്വേഷണം എന്തായി, അങ്ങനെ എന്തെങ്കിലും അറിയാമോ വിവരം? അത് നടക്കുന്നു എന്നേ അറിയാവൂ. ഞങ്ങളതിൽ വിശ്വസിക്കുന്നു. അത് നടക്കുന്നു, താമസിക്കുന്നു. ഡീനെയും വാർഡനെയും കുറച്ച് മാസങ്ങൾക്ക് മുൻപാണല്ലേ തിരിച്ചെടുത്തു? ഒരു 3 മാസം 3-4 മാസമായി തിരികെടുത്തു. അവർക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലം തന്നെ, അവരുടെ നാടിനടുത്തുള്ള സ്ഥലം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പേരിനൊരു തരം താഴ്ത്തലെന്നുള്ളതല്ലാതെ വേറെ ഒന്നും അവിടെ നടന്നിട്ടില്ല. പ്രതിപട്ടികയിലുണ്ടായിരുന്ന കുട്ടികളുടെ മാതാപിതാക്കളോ ആരെങ്കിലും പിന്നീട് വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നു? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ഒരു കുട്ടിയോട് പോലും വിളിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് വീടുകൾ കയറിയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചരണമൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ CPMൻ്റെ സ്ഥാനാർത്ഥിയോ ആരെങ്കിലും വന്നിരുന്നു വോട്ട് ചോദിച്ചു? ഇല്ല, ഇവിടെ ആരും വന്നിട്ടില്ല. CPM LDFൻ്റെ അവരാരും വന്നിട്ടില്ല. അറിയില്ല, എന്താണെന്നറിയില്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായത് 2024. അപ്പോൾ ഈ നിലവിലുള്ള ഈ യുവാക്കളോടും പൊതുജനങ്ങളോടും ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? കലാലയ രാഷ്ട്രീയം അതിപ്പോൾ അത് നല്ലതിനാണോ, അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. കുട്ടികൾ നമ്മുടെ അവിടെ പോകുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടത് പഠിക്കുക എന്നതാണ്. രാഷ്ട്രീയം കൊണ്ട് അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നറിയില്ല. അതിൽ ചെന്ന് തല വെച്ച് കൊടുക്കുന്ന ആ കുട്ടികളോടത്ത് ഞാൻ പറയാൻ പോകുന്നതാണ്. പിന്നെ റാഗിങ് അത് പൂർണ്ണമായിട്ടും നിർത്തുക എന്ന്. അതൊരു കുട്ടിക്ക് ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ
സ്റ്റേജ് ഫിയറൻസ് ഇതൊക്കെ മാറാൻ വേണ്ടിയാണ് ഇത് നടത്തുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇത് അതിര് കടന്ന് ജീവനെടുക്കുന്ന രീതിയിലാകുന്നു. അപ്പോൾ അത് പുറത്ത് പറയാനുള്ള ഒരു പേടി, ആ പേടി കുട്ടികളിൽ നിന്ന് മാറ്റിയെടുക്കുക. അങ്ങനെ ഉണ്ട് എങ്കിൽ അതൊരു ചെറിയ രീതിയിൽ പോകുന്നതാണെങ്കിൽ, കുട്ടികൾക്കൊരു ധൈര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ, അല്ലാതെ ഒരു ഉപദ്രവം എന്നുള്ള രീതിയിലാവുമ്പോൾ അത് പുറത്ത് പറയാനുള്ള ധൈര്യം കുട്ടികൾക്ക് കൊടുക്കുക. അത് അവിടുത്തെ മാനേജ്മെൻറ്റോ സ്റ്റാഫുകളോ പാരൻസോ ആരായിരുന്നാലും കുട്ടികൾക്ക് ആ ധൈര്യം കൊടുക്കുക. പിന്നെ ഇന്ന് ചെന്ന് കയറുന്ന കുട്ടികളാണ് നാളെ സീനിയേഴ്സ്. അപ്പോൾ അവരുടെ അടുത്തും പുതിയതായി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ അടുത്തും പറയാനുള്ളത്, നമുക്ക് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു, ഞാൻ അടുത്ത് പോകുമ്പോൾ എനിക്ക് 2 വർഷം കഴിയുമ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള രീതി പോകാതെ അത് അവിടെ വച്ച് തന്നെ നിർത്താനുള്ള ഒരു ധൈര്യം അവർക്ക് ഉണ്ടായിരിക്കും. ഈ സിദ്ധാർത്ഥിൻ്റെ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടിനെ അമ്മയെ അവസരത്തിൽ എങ്ങനെയാണ് നോക്കുക? നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ആദ്യം മുതലുള്ള തിരിച്ചടികളെല്ലാം കണ്ടതാണല്ലോ. ഈ 2 വർഷം അവസാനം ഇവരെ തിരികെ എടുത്തത് വരെ, ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ തിരികെ എടുത്തു, പരീക്ഷ എഴുതിപ്പിച്ചു. ഇതൊക്കെ ഞങ്ങളുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ്. അതിനെല്ലാം ഒരു തടസ്സം നമ്മൾ ചെയ്തതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അവരിപ്പോൾ പഠിക്കുമായിരുന്നു, പരീക്ഷ എഴുതിയിട്ട് അടുത്ത ക്ലാസ്സുകളിലോട്ട് പോയി പഠിക്കുമായിരുന്നു. ഇപ്പോൾ 4th ഇയർ ഒക്കെ ആകുന്ന കുട്ടികളായിരുന്നു. അപ്പോൾ അത് അവർ ഒരുക്കി കൊടുത്തു, അതിനുള്ള അവസരം സർക്കാർ തന്നെ ഒരുക്കി കൊടുത്തു. ഞങ്ങളതിനെ എതിർത്തത് കൊണ്ട് മാത്രം ഇങ്ങനെ പോകുന്നു. അത് ഞങ്ങളതിൻ്റെ ബേക്കിൽ എന്ന് വെച്ചാൽ അവരുടെ ഓരോ നീക്കങ്ങളും ഞങ്ങൾ അറിയുന്നത് കൊണ്ട് മാത്രമാണ്. അത് ദൈവമായി നമുക്ക് ഓരോന്നും കാണിച്ചു തരുന്നു, അല്ലെങ്കിൽ അറിയുന്നു എന്ന് മാത്രം. ഞങ്ങളതിന് എതിരായിട്ട് അപ്പീൽ കൊടുക്കുന്നു, അത് നിർത്തലാക്കുന്നു. പിന്നെ നമുക്ക് ആദ്യം തന്നെയാണ് നമ്മുടെ ഗവർണർ സാറിൻ്റെ, അദ്ദേഹം ശരിക്കും ഇടപെട്ടില്ല എങ്കിൽ ഇപ്പോൾ ആദ്യം കുട്ടികളെ ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആകേണ്ട സമയമായി ഇപ്പോൾ കയറിയിട്ട്. അല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളെ എങ്ങനെയൊക്കെ തളർത്താം, അവരതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. CBIയുടെ ഭാഗത്തു നിന്നും നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിലുള്ളത്. CBIയുടെ നടക്കുന്നേ ഉള്ളൂ. എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ പോകുന്നു എന്ന് അറിഞ്ഞത് അത് പ്രതീക്ഷിക്കുന്നു. നീതി എപ്പോഴായിരുന്നാലും സത്യം ജയിക്കണമല്ലോ, അത്രയും മാത്രം. ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന കുറേ പേരുണ്ട് ഇതിൽ ഉൾപ്പെടാതെ, അല്ലെങ്കിൽ പല രീതിയിൽ പാർട്ടിപരമായോ പല രീതിയിലും സംരക്ഷിച്ച് വച്ചിരിക്കുന്നവരുണ്ട് കുറച്ച് പേര്. അപ്പോൾ അവരെയൊക്കെ പുറത്ത് കൊണ്ടുവരണം. അറിഞ്ഞു, ആ നിമിഷം വരെ അറിഞ്ഞ പിള്ളേരുണ്ട്, എന്നോട് സംസാരിച്ചവരുണ്ട്. അവരൊക്കെ ഈ പാർട്ടി കൊണ്ട് മാത്രം സംരക്ഷിച്ച് വച്ചിരിക്കുകയാണ് അവരെല്ലാം. അവർ ഒരിടത്തും വന്നിട്ടില്ല, ആരും അറിയാതെ അവർ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പുറത്ത് വരണമെങ്കിൽ അതൊക്കെ വരും. സത്യം എപ്പോഴും തന്നെ പുറത്ത് വരില്ലേ? ഇപ്പോൾ 1, 2, 3 വർഷം കൊണ്ടല്ലല്ലോ, ജീവിതം കിടക്കയില്ലേ. ഇതുവരെയും സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല. ആ കുടുംബത്തിന്റെ കണ്ണുനീർ ഈ നിമിഷം വരെ ഉണങ്ങിയിട്ടുമില്ല. കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളെ സർവകലാശാല ആദ്യം പുറത്താക്കുകയും പഠനവിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനും മണ്ണുത്തി ക്യാമ്പസിൽ പഠനം തുടരാനും അനുമതി നൽകി. ഇതിനെതിരെ സിദ്ധാർത്ഥിന്റെ കുടുംബം ഗവർണർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു ചർച്ചയും വായുവിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.